നമസ്കാരം. ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇലക്ഷന്റെ റിസൾട്ട് ജൂൺ 4 വരികയാണ്. അടുത്ത 5 വർഷം ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കപ്പെടുന്ന ഇലക്ഷൻ റിസൾട്ടിന്റെ 4 സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ സാധ്യത എന്ന് പറയുന്നത് ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുക എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 303 സീറ്റാണ് ബിജെപി ഒറ്റയ്ക്ക് നേടിയത്. ഇത്തവണ ബിജെപി ഏതാണ്ട് 370 സീറ്റുകളും എൻഡിഎ 400 സീറ്റുകളും നേടും എന്നുള്ള അവകാശവാദം തുടക്കത്തിലേ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതിൽ നിന്നൊക്കെ അവർ താഴോട്ട് വരുന്നതാണ് പിന്നീടുള്ള സമയങ്ങളിൽ കണ്ടത്. എങ്കിലും ബിജെപി ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് 300-ൽ അധികം സീറ്റുകൾ നേടി വീണ്ടും ഇന്ത്യയിൽ ഭരണത്തിലെത്തും എന്നുള്ളത് തന്നെയാണ്. മൂന്നാമതും ഭരണത്തിലെത്താൻ ബിജെപിക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ജൂൺ 4 ഒരു 12 മണിയോടുകൂടി തന്നെ അറിയാൻ പറ്റും. അങ്ങനെ 300 സീറ്റിൽ അധികമായി അല്ലെങ്കിൽ 272 സീറ്റിൽ അധികമായി ബിജെപി ഭരണത്തിൽ മൂന്നാമതും കയറുക എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യയിലെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ മണ്ഡലങ്ങളിലൊക്കെ വളരെയധികം മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ തന്നെ 23,000 പോയിന്റിനപ്പുറത്തേക്ക് നിൽക്കുന്ന സെൻസെക്സ് ഒരുപക്ഷെ ഒരു 1,500-2,000 പോയിന്റുകൾ അന്ന് കയറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം ഇന്നേവരെ മോദിജിയെ എതിർത്തുകൊണ്ടിരുന്ന എല്ലാ ചാനലുകളും മോദിജിയുടെ വാഴ്ത്തുപാട്ടുകളുമായി ഇറങ്ങും. രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട്, രാഹുൽ ഗാന്ധിയുടെ കഴിവുകേടായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ തന്നെ മുന്നോട്ട് വരും. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചതാണ് ഇന്ത്യ സഖ്യം പരാജയപ്പെടാൻ ഇടയായതെന്ന് CPM വിലയിരുത്തും. ഇതൊക്കെയായിരിക്കും ആദ്യത്തെ സാധ്യതകൾ. ഇനി രണ്ടാമത്തെ സാധ്യത എന്താണ് എന്ന് ചോദിച്ചാൽ ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതിരിക്കുകയും എന്നാൽ ബിജെപിയുടെ സഖ്യകക്ഷികളായ NDAക്ക് ഉൾപ്പെടെ ഒരു 272-നോ 280-നോ അടുത്ത് സീറ്റുകൾ കിട്ടി അങ്ങനെ NDA ഭരണത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ മണ്ഡലങ്ങളിലൊക്കെ അതിന്റെയും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ആ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായും സെൻസെക്സിന് അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയ്ക്ക് പോസിറ്റീവായ ഒരു സിഗ്നൽ ആവാൻ വഴിയില്ല, വളരെ നെഗറ്റീവ് ആവുകയുമില്ല. കാര്യം ബിജെപി തന്നെയാണല്ലോ നേതൃത്വം കൊടുക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ സാമ്പത്തിക നയങ്ങൾ പിന്തുടരും എന്നുള്ളത് കൊണ്ട് തീർച്ചയായും സെൻസെക്സ് വീണ്ടും ഒരു 500 പോയിന്റോ അല്ലെങ്കിൽ ഒരു 400-500 പോയിന്റ് കയറുന്ന ലെവലിലേക്കൊക്കെ എത്താൻ സാധ്യതയുള്ളൂ. പക്ഷേ NDA സഖ്യത്തിന് മൊത്തത്തിൽ ഭൂരിപക്ഷം കിട്ടും എന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിലും അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വീണ്ടും മറ്റ് സഖ്യകക്ഷികളോട് തേടിയിറങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. NDAയുടെ ഇപ്പോൾ തന്നെ സഖ്യകക്ഷികളായ തെക്കേ ഇന്ത്യയില് TDP ഉണ്ട്, ബീഹാറില് നിതീഷ് കുമാറിന്റെ പാർട്ടിയുണ്ട്, ഒറീസയില് പട്നായിക്കിന്റെ പാർട്ടിയുണ്ട്. ഇവരുടെയൊക്കെ പിന്തുണ ഉണ്ടെങ്കിലും കൂടുതൽ സ്ഥിരത ഉണ്ടാക്കുവാൻ വേണ്ടി പുതിയ പാർട്ടികളെ തേടുവാൻ അമിത്ഷായുടെ ടീം രംഗത്തിറങ്ങും എന്നുള്ള കാര്യം സംശയമില്ല. അതാണ് ഒരു രണ്ടാമത്തെ സാധ്യത. പിന്നെ ഒരു മൂന്നാമത്തെ സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടുക എന്നുള്ളതാണ് മൂന്നാമത്തെ സാധ്യത. ആ സാധ്യത വന്നു കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിലെ ഓരോരോ കക്ഷികൾ, അതായത് അതിനകത്ത് ആം ആദ്മി പാർട്ടി ഉണ്ട്, തൃണമൂൽ കോൺഗ്രസ് ഉണ്ട്, അഖിലേഷ് യാദവിന്റെ SP ഉണ്ട്, DMK ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്. ഇന്ത്യ സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ മത്സരിച്ച കോൺഗ്രസ് ഉണ്ട്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി കോൺഗ്രസ് പ്രസിഡന്റ് ഖർഗെ തന്നെ പ്രധാനമന്ത്രിയാകട്ടെ എന്നൊരു അഭിപ്രായം പ്രകടിപ്പിക്കും. അതിനുശേഷം അവർ നേരെ ലക്നൌവിലേക്ക് പറന്ന് SPയുടെ നേതാവ് അഖിലേഷ് യാദവുമായി കൂടിക്കാഴ്ച നടത്തും. ഒരു കുറുമുന്നണി ഉണ്ടാക്കാനുള്ള ശ്രമം തീർച്ചയായും മമതാ ബാനർജി നടത്തും. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണം എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു ആവശ്യമായി വരും. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളാണ് തികച്ചും യോഗ്യൻ എന്നുള്ള ഒരു അഭിപ്രായം ആം ആദ്മി പാർട്ടി പ്രകടിപ്പിക്കും. CPMന്റെ ശക്തമായ പിന്തുണയില്ലാതെ ആർക്കും അധികാരത്തിൽ വരാൻ പറ്റുകയില്ല എന്ന് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രസ്താവിക്കും. ഇതൊക്കെയാണെങ്കിലും സാമ്പത്തിക മേഖലയുടെ ഒരു ദിശാസൂചികയായ സെൻസെക്സ് ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടിയാൽ തീർച്ചയായും ഒരു താഴേക്കുള്ള സൂചികയാവും കാണിക്കുക. ഇതൊക്കെയാണ് മൂന്നാമത്തെ സാഹചര്യത്തിൽ ഉരുത്തിരിയുന്ന കാര്യം. ഇനിയിപ്പോ നാലാമത്തെ ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സാഹചര്യം എന്ന് പറയുന്നത് NDAക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്നില്ല, എന്നാൽ ബാക്കിയുള്ള ഇന്ത്യ സഖ്യത്തിനും പ്രത്യേകിച്ച് ഭൂരിപക്ഷം കിട്ടുന്നതായി പറയാൻ പറ്റില്ല. കാര്യം അതിനകത്ത് പല കക്ഷികളും ചാഞ്ചാടി നിൽക്കുന്നവരാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ MP-മാരുള്ള സ്വാഭാവികമായിട്ടും BJP ആയിരിക്കും. അപ്പോൾ രാഷ്ട്രപതിക്ക് വേറെ ഓപ്ഷനില്ല. ഏറ്റവും കൂടുതൽ MP-മാരുള്ള രാഷ്ട്രീയ കക്ഷിയുടെ നേതാവിനെ മന്ത്രിസഭ ഉണ്ടാക്കാൻ ക്ഷണിക്കുക എന്നുള്ളതാണ് കീഴ്വഴക്കം. അപ്പോൾ തീർച്ചയായും BJPക്ക് അതിനൊരു ഓപ്ഷൻ കിട്ടും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മള് മറ്റ് പല സംസ്ഥാനങ്ങളിലും കണ്ടതുപോലെയുള്ള രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന്റെ വേദിയായി ഇന്ത്യൻ ജനാധിപത്യം മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കീ പ്ലേയേഴ്സായി അമിത്ഷാ,
ഒപ്പം കോൺഗ്രസിന്റെ DK ശിവകുമാർ ഒക്കെ ഉള്ള നേതാക്കന്മാർ വീണ്ടും കളമിറങ്ങി. റിസോർട്ട് രാഷ്ട്രീയത്തിനുള്ള സാധ്യതകൾ വളരെ കൂടും. ഈ പറഞ്ഞ സാമ്പത്തിക മേഖലയിലെ സാമ്പത്തിക സൂചികയായ സെൻസെക്സ് തീർച്ചയായും 2000 പോയിന്റ് താഴോട്ട് പോകാനാണ് സാധ്യത. അപ്പൊ ഇത്തരത്തിലൊക്കെ ആയിരിക്കാം ഒരു നാലാമത്തെ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒപ്പം ഓരോ കക്ഷികളെയും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥാനങ്ങളിലേക്ക് വരും. അതായത് ഒരു സീറ്റുള്ള ഒരുപക്ഷെ പ്രേമചന്ദ്രൻ തീർച്ചയായും വിജയിക്കുമല്ലോ. അപ്പോൾ ഒരു സീറ്റ് മാത്രം ജയിക്കുന്ന RSPയും 2 സീറ്റുള്ള മുസ്ലിം ലീഗും അല്ലെങ്കിൽ 10-30-ലധികം MPമാരുണ്ടാവാൻ സാധ്യതയുള്ള DMKയും ഒക്കെ ഇന്ത്യയിലെ ഭാവി പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്നതിന് ഏറ്റവും കീ പ്ലേയേഴ്സായി മാറുന്ന ഒരു സാഹചര്യമായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു 4 സാധ്യതകളാണ് ജൂൺ 4-ാം തീയതി നമുക്ക് മുന്നിൽ ഉരുത്തിരിയാൻ പോകുന്നത് എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. എന്തായാലും ഫലം വരുന്നതുവരെ ഇനിയിപ്പം പരമാവധി 3-4 ദിവസങ്ങളേ ഉള്ളൂ. ഈ 4 ദിവസങ്ങൾക്കുള്ളിൽ ചൊവ്വാഴ്ച ജൂൺ 4-ാം തീയതി ഉച്ചവരെ കാത്തിരുന്നുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ പുതിയ ഒരു താരോദയം ഉണ്ടാകുമോ, അതോ ഇപ്പോഴത്തെ BJP തന്നെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാമതും ഇന്ത്യ അടുത്ത 5 വർഷം കൂടി ഭരിക്കുമോ എന്നുള്ള കാര്യം അറിയുവാൻ ജൂൺ 4-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം.